So the morning. Good morning, sir. Yes, Vinisha, good morning. Good morning, sir. Okay, Sudhi, good morning. Good morning, sir. Afla, good morning. Priya Banu, good morning. സാറിന്റെ ടൈം മാറിയോ? എന്നും ഇപ്പൊ ഈ ടൈമിലാണോ? ഇന്ന് ഈ സമയത്താണല്ലോ അല്ലേ? അതെ അതെ രാവിലെ സാറാ. ഒരെണ്ണം രാവിലെ ഉണ്ടായി, ഒരു ക്ലാസ് രാവിലെ ഉണ്ടായില്ലേ? ചിലപ്പോ നാളെയും ഞാൻ തന്നെ ആവാനാണ് സാധ്യത. ടീച്ചർ ചിലപ്പോ നാളെ ലീവ് ആയിരിക്കും. യെസ്. Okay, let us start. Yes, sir. Okay, Vinisha, let us start. അപ്പൊ നമ്മള് ഓക്കെ ശ്രുതി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇപ്പൊ 4 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റും, സിമ്പിൾ പാസ്റ്റും, സിമ്പിൾ ഫ്യൂച്ചറും, പിന്നെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞ ടെൻസ്. അങ്ങനെ 4 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 4 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന വീണ്ടും നമ്മൾ എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ടെൻസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഹാസോ അല്ലെങ്കിൽ ഹാവ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹാവ് എന്ന് പറയുന്ന വെർബ് ഉപയോഗിച്ച് പറയാം. ഹാവ്, അതിന് പാസ്റ്റ് ടെൻസ് ആണ് ഹാവ്. യെസ്, നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങളെ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത്, നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എ മൊബൈൽ ഫോൺ. ഓക്കെ, അല്ല, ഐ ഹാവ് എ മൊബൈൽ ഫോൺ. ഇപ്പൊ ഉള്ളത് വാട്ട് യു ഹാവ് നൗ. ഇപ്പൊ നമുക്ക് ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുക ഐ ഹാവ് എന്ന് പറയും. ഐ ഹാവ് എ ഫോൺ, ഐ ഹാവ് എ ലാപ്ടോപ്പ്. ഇത് നിങ്ങൾ കിച്ചണിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ്, കിച്ചണിലേക്കാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എ ഫ്രിഡ്ജ്, ഐ ഹാവ് എൻ ഓവൻ. ഒരെണ്ണം ഉണ്ടെങ്കിൽ ആൻഡ് ചേർക്കാം. ഐ ഹാവ് 2 ചിൽഡ്രൻ. ഓക്കെ, ഐ ഹാവ് 2 ചിൽഡ്രൻ.
അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഐ ഹാവ് വെച്ചിട്ടുള്ള ഒരു 10 വാചകം നമ്മൾ കണ്ടുപിടിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അവിടെ നിന്ന് ചുറ്റുപാടൊന്നും നോക്കണം. നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ അതിലെ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാവ് എ ഫ്രണ്ട്. യെസ്, ഈ നോക്കിക്കഴിയുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ സ്ത്രീയെ ഓ ഐ ഹാവ് എ ഗുഡ് നെയ്ബർ. അല്ലെങ്കിൽ അതിന്റെ മറ്റു പറയാം ഐ ഹാവ് എ ബാഡ് നെയ്ബർ. യെസ്, അപ്പോ നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു 10 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് 10 കാര്യങ്ങൾ ഐ ഹാവ്. ഇനി നിങ്ങള് കണ്ണാടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കി, അപ്പൊ നിങ്ങൾക്ക് നല്ല മനോഹരമായ മുഖമാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫേസ്. ഇനിയും നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പാണ്. ഐ ഹാവ് എ റൗണ്ട് ഫേസ്. നിങ്ങളൊന്ന് നിങ്ങളുടെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നീണ്ട മുടി കാണുന്നു. ഐ ഹാവ് ലോങ് ഹെയർ. അപ്പൊ ഒരാൾക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നീണ്ട മുടിയില്ല, ചെറിയ മുടി. അപ്പൊ ഐ ഹാവ് ഷോർട്ട് ഹെയർ. കേട്ടോ, ഇങ്ങനെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന 10 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കുക. ഓക്കെ, 10 ഐറ്റംസ്. അതുപോലെയാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. ഐ ഹാവ്. ഐ ഹാവ് മീൻസ് എനിക്കുണ്ട്. ഐ ഹാവ്. യെസ്, ഇനി ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരുന്നതെങ്കിൽ അത് വേറെ അർത്ഥം. അത് നമുക്ക് ആ ടെൻസ് പറയുമ്പോൾ നമുക്ക് പറയാം. ഇവിടെ നമ്മളിപ്പോ ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപയോഗിക്കുന്ന ഒരു നൗണാണ്. ഐ ഹാവ്, എനിക്കുണ്ട്. എന്തുണ്ട്? ലോങ് ഫേസ്, എനിക്ക് നീളമുള്ള മുഖം. ഐ ഹാവ് എന്തുണ്ട്? ലോങ് ഹെയർ, നീളമുള്ള മുടിയുണ്ട്. ഐ ഹാവ് എ സ്റ്റഡി ടേബിൾ ആൻഡ് ചെയർ, എനിക്ക് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള കസേരയും ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു മേശയുമുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കുള്ളതൊക്കെ നമുക്ക് പറയാം. യെസ്, അപ്പോ ആരാണ് ആദ്യമായിട്ട് തുടങ്ങി നോക്കുന്നത്? ഞാൻ തുടങ്ങാം. ഇന്നലെ എനിക്ക് നേരെ പറയാൻ പറ്റിയില്ല സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഐ ഹാവ് വെച്ചിട്ടുണ്ട്. അപ്പൊ ശരണ്യയുടെ ഐശ്വര്യത്തിന് വേണം നമുക്ക് ഇന്ന് അങ്ങനെ പറയണ്ട. യെസ്, ഓക്കെ 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 ഓക്കെ. ഐ ഹാവ് എ ലോങ് നെയിൽ. ലോങ് നെയിൽ. ആ, വെരി ഗുഡ്. ഐ ഹാവ് ലോങ് നെയിൽ. നിങ്ങൾ വേറെ നിങ്ങൾ വേറെ ഇന്നും അന്വേഷിച്ചു പോകണ്ട. നിങ്ങളെ മുറിയിൽ അങ്ങോട്ട് കൊണ്ട് നോക്കിയാൽ ഐ ഹാവ് ലോങ് നെയിൽ. പിന്നെ ഐ ഹാവ് എ ടോയ്സ്. അങ്ങനെ പറയാൻ പറ്റില്ല സാറേ. ടോയ്സ്, ബേബി ടോയ്സ്. ആ, നമുക്ക് അനുസരിക്കണം. ഒരെണ്ണം ഉള്ളെങ്കിൽ മാത്രമേ ഏന്ന് ചേർക്കാം. ടോയ്സ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടുതലേ. അപ്പൊ വേണ്ട. ഐ ഹാവ് ടോയ്സ്. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ എ ചേർക്കാവൂ, ഇല്ലെങ്കിൽ എ ചേർക്കാതെ പറയാം. ഓക്കെ, ഐ ഹാവ് ടോയ്സ്. ഓക്കെ, ഐ ഹാവ് എ സ്റ്റിച്ചിങ് മെഷീൻ. ഐ ഹാവ് എ സ്റ്റിച്ചിങ് മെഷീൻ. ഐ ഹാവ് എ curly hair. യെസ്, ഐ ഹാവ് എ curly hair. Hair. ഓക്കെ 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 ഓക്കെ. I have a good neighbor. I have a good neighbor. I have a fan. Yes. And I have a mobile phone. I have a mobile phone. I have a round face. I have a round face. Yes. അത്രേ ഉള്ളൂ സർ. ഓക്കെ ഓക്കെ ഓക്കെ. 10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, തുടക്കം നല്ലതാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഓക്കെ, ഞാൻ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന സംഗതിയുണ്ട്. അതാരും പറഞ്ഞു നോക്കട്ടെ. യെസ്, ഞാൻ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതാരും പറയുമ്പോൾ ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാം. അപ്പോ വൈകി വന്നേക്കുന്നവരോട് കൂടി പറയാം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കുള്ള ഒരു 10 കാര്യങ്ങൾ ഐ ഹാവ് വെച്ച് പറയാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് എ ഫ്രിഡ്ജ്, ഐ ഹാവ് എ ടേബിൾ, ഐ ഹാവ് റൗണ്ട് ഫേസ്, ഐ ഹാവ് ലോങ് ഹെയർ. സാറേ ഇത് പറയാൻ പറ്റുമോ? ഐ ഹാവ് എ ഗുഡ് ഹസ്ബൻഡ്. യെസ്, ഐ ഹാവ് എ ഗുഡ് ചിൽഡ്രൻ. ഐ ഹാവ് എ ഗുഡ് ചൈൽഡ്.
Okay, okay, very good, very good, very good. I Now, have a good parents. yes, yes. Very good, very good, very good. ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇതായിരുന്നു. I have a lovely husband എന്ന് ആര് പറയും എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ആ ലവ്ലി എന്ന് പറയുന്ന വീടിന് പകരം താങ്കൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ഗുഡ് എന്നായിരുന്നു. യെസ് കേട്ടോ. I have a lovely husband എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വീറ്റ് ഹസ്ബൻഡ്. ഓക്കെ അഫ്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. I have an examination. That's very good. I have an examination. Okay, okay, very good, very good, very good. Yes, very good, very good. Okay. ഇനി അടുത്തത് ആരാണ് പറയുന്നത്? അപ്പോ നമ്മുടെ ശരണ്യ പറഞ്ഞു. എന്തായാലും ശരണ്യ ഓർത്ത് വെച്ചോട്ടോ. യെസ്, ഒരു ചാൻസ് കൂടി തരാം. ആദ്യം പറഞ്ഞതല്ലേ? യെസ്. ഓക്കെ. ഞാൻ ശ്രുതി എന്ന് പറയാൻ പോയതും ശ്രുതി പറഞ്ഞതും സെയിം ആയിരുന്നു. റെഡി ആയിക്കുന്നവർ മെസ്സേജ് ഇട്ടോട്ടോ, ഞാൻ ചോദിച്ചോളാം. യെസ്. I have a lovely family. I have a lovely family. Okay. I have a daughter. I have a daughter. Okay. I have a lovely husband. I have a lovely husband. Okay. I have an idea. Very good. Varieties are. I have an idea. എനിക്ക് ചില ഐഡിയാസ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വെറൈറ്റി പറയണ്ടേ? വെറൈറ്റി പിടിക്കും. വെരി ഗുഡ്. I have to drink water. I have to drink water. അപ്പൊ അവിടെ അത് സെന്റൻസ് കറക്റ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിച്ച സംഗതി വ്യത്യാസം വന്നു. ഓക്കെ, ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രിങ്ക് എന്ന് പറഞ്ഞ് വെർബ് ഉപയോഗിച്ചു. നേരെ മറിച്ച് അത് നമുക്ക് ഈ സെന്റൻസ് കറക്റ്റ് ആണ്. വേറൊരു രീതിയിൽ പറയാം. ഐ ഹാവ് എ ഡ്രിങ്കിങ് ഹാബിറ്റ്. കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ പറയാൻ ഉണ്ടായി. Okay, sir. Yes, I have a drinking habit. അപ്പൊ ഉണ്ടായി ഡ്രിങ്കിങ് ഹാബിറ്റ്. ഓക്കെ. I have a brother. I have a brother. I have a computer. I have a computer. I have to run. I have to Run. run. ഉറപ്പായത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് നൗൺ ആയിട്ട് എന്താ പറയാം? ഐ ഹാവ് ദ ഹാബിറ്റ്. അല്ല, സ്വഭാവം. സ്വഭാവം എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. ഐ ഹാവ് ദ ഹാബിറ്റ് ഓഫ് റണ്ണിങ്. ഓടുന്ന സ്വഭാവമുണ്ട്. ഇൻ ദ മോർണിംഗ്. യെസ്, ഐ ഹാവ് ദ ഹാബിറ്റ് ഓഫ് റൺ ഇൻ ദ മോർണിംഗ്. അതിന് ഐ ഹാവ് എന്ന് പറയാം. അപ്പൊ അർത്ഥം കാര്യമാണ്. എനിക്ക് ഇന്ന് പോകണം, എനിക്ക് ഓടേണ്ട ദിവസമാണ്. അങ്ങനെയാണ് അത് പറയുന്നത്. യെസ്, അർത്ഥം. ഓക്കെ ഓക്കെ, പറഞ്ഞു. പറഞ്ഞ ഗ്രാമത്തിൽ കറക്റ്റ് ആണ്. യെസ്. I have a TV. I have a TV. I have a pen. I have a pen. Okay, okay. Thank Very good, very good, very good. Okay, 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 okay. ഒന്ന് രണ്ടെണ്ണം നല്ല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രുതി പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അഫ്ല പറഞ്ഞു. We expect something different, something strange. Okay, yeah. I have a good family and children too. Yes. അതല്ല സാർ. I have good family and children too. അപ്പൊ ചിൽഡ്രൻസ് എന്ന് പറയാം. ചിൽഡ്രൻ പറഞ്ഞത് കാരണം പറയാം. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി. ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ. അപ്പൊ പിന്നെ ഒരു എസ് വേണ്ട. ചിൽഡ്രൻ അപ്പോസ്ട്രോഫീസ് വരെ ചേർക്കുകയാണെങ്കിൽ മാത്രം എസ് വരും. ഐ ഹാവ് ടു ചിൽഡ്രൻ. ഓക്കെ. I have a vehicle my own. I have a vehicle of my own. അതാണ് കുറച്ചുകൂടി ഭംഗി. യെസ്. I have a small world. That's my family. ഓക്കെ, ഇത് നമുക്ക് പറയാം. വേറെ രീതിയിൽ പറയാം. ഐ ഹാവ് എ സ്കൂട്ടി. ഐ ഹാവ് എ സ്കൂട്ടർ. അത് നമുക്ക് തുടങ്ങി പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ, കണ്ടിന്യൂ. I have a pet cat. I have a pet cat. What is its name? Named Punnus. Punnus. Yes. I have a good friend. I have a good friend. ഇനി ധാരാളം സുഹൃത്തുക്കളുണ്ടെങ്കിലും നമ്മൾ എന്താ പറയും? I have friends. അപ്പൊ I have friends. I have a habit of listening music and enjoying it. Oh, very good. Having the habit of singing. Sometimes, sir. Sometimes. അപ്പൊ ഇത് കഴിയുമ്പോൾ കേട്ടോ. യെസ്. ഓക്കെ, പറഞ്ഞോളൂ. ഇത് മൂന്നെണ്ണം കൂടി ഉണ്ട്. പറഞ്ഞോളൂ. മൂന്നെണ്ണം കൂടി ഉള്ളു. എല്ലാരും പറഞ്ഞു സാർ അതൊക്കെ.
ഓക്കെ. അവിടെ ഇരുന്ന് ഓക്കെ നമ്മൾ പ്രിപ്പറേഷൻ അല്ല, നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നോക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് ചുറ്റും നോക്കുമ്പോൾ വന്ന ആള് കിട്ടിയ പൈസ എന്ന് പറയുന്ന ഒരു പ്രയോഗമില്ലേ, ഇത് പറഞ്ഞ പോലെ നമ്മൾ അവിടെ നിന്ന് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. യെസ്, I have a good surroundings. വെരി ഗുഡ് ആണ്. അങ്ങനെ വരട്ടെ, ഇതാണ് നമ്മുടെ എബിലിറ്റി. വീണോടെ സ്വന്തം അതുപോലെ ഐ ഹാവ് ഗുഡ് സറൗണ്ടിങ്സ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ യെസ്, അവിടെ നമ്മൾ ചുറ്റും നോക്കിയാൽ മതി, വേറെ എങ്കിലും പോകണ്ട. I have a sewing machine. സ്വിമ്മിംഗ് മെഷീൻ. ഓക്കെ, പിന്നെ നന്നായിട്ട് ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഇല്ലേ അഫിലക്ക്? Imagine. സങ്കല്പിക്കുക കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ ഐ ഹാവ് ഗുഡ് ഐഡിയ. I have my own ideas. ഐ ഹാവ് മൈ ഓൺ ഐഡിയാസ്. എനിക്ക് എന്റേതായ ഐഡിയാസ്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അഫ്ലൈൻ നന്നായിട്ട് പറഞ്ഞു. ഹീലയിലേക്ക് ഞാൻ വരാം. വിനീഷ പറഞ്ഞോളൂ. തസ്ലി ഞാൻ വന്നേക്കാം. നേരത്തെ പറഞ്ഞ ആളുകളൊന്നും വിളിച്ചാൽ കിട്ടാതെ ഞാൻ വന്നേക്കാം. വിനീഷ. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. വിനീഷ കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി. ഓക്കെ, അത് കഴിഞ്ഞാൽ താൻസിയ റെഡി ആയിക്കോളൂ. അത് കഴിഞ്ഞാൽ ഹീല. യെസ്. I have a good garden. I have a good garden. Okay. Very good. I have more books. I have more books. I have a regular tea time. I have a regular tea time. Very good. Okay. Yes. And I have a clean and neat handwriting. Oh, very good. I have a clean and neat handwriting. ഞാനേ ഇതിനെ കുറിച്ച് കാര്യം പറയട്ടെ, ഇത് കഴിയട്ടെ. Yes. And I have a good habits. I have good habits. Okay. I have a new toy. I have a new toy. Very good. I have a sweet husband. I have a sweet husband or lovely husband. Yes. ഇതൊക്കെ റെക്കോർഡ് ക്ലാസ്സൊക്കെ വൈകുന്നേരം കേൾപ്പിച്ചു കൊടുക്കുന്നവരെ കേട്ടാ ഞാൻ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. യെസ്, പറയാറുണ്ട് സാർ. ഞങ്ങളുടേതായ നിമിഷങ്ങൾ നമ്മൾ പറയാറുണ്ട് സാർ. Yes, okay. Very good. Yes. I have a small and happy family. I have a happy family. Very good. I have a small house. I have a small house. I have a habit of singing. Very good. അപ്പൊ രണ്ടാമത്തെ ആളായി I have the habit of singing. അപ്പൊ അഫ്ല റെഡി ആവുന്നുണ്ട്. അഫ്ലക്ക് ശേഷം വിനീഷിനെ വിളിക്കാം കേട്ടോ. ഓക്കെ, റെഡി ആയിക്കോളൂ. Yes. Okay. I have the habit of singing. I have 2 children. Okay. 2 children. Correct. Sir. Okay. Very good. Okay. Avinisha, very good. വളരെ നന്നായിട്ട് പറഞ്ഞു. നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറയുന്നു. കുറച്ച് പേർക്കൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും, കുറച്ച് പേർക്കൊക്കെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത്, മഹാന്മാരായിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശം. യെസ്, മഹാന്മാരായിട്ടുള്ള ആള് അങ്ങനെ ഒരു സംഗതി കേട്ടല്ലോ, ഒരു യെസ്, ഗാന്ധിജിയിലേക്ക് അക്ഷരം വളരെ മോശമായിരുന്നു. യെസ്, അപ്പോ ഇതിൻ്റെ അകത്ത് ചില എക്സെപ്ഷനൊക്കെ ഉണ്ടാകും കേട്ടോ. കാരണം അക്ഷരവും നന്നാവും, ആളും നന്നാവും. ഓക്കെ, യൂർഷില ഗുഡ് മോർണിംഗ്. രണ്ടും നന്നാവുന്ന രീതിയെല്ലാം ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോ ആരുടെങ്കിലും അക്ഷരം മോശമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർഗ്യൂ ചെയ്യാനുള്ളൊരു പോയിന്റ് കിട്ടുക എന്നതാണ്. ലോകത്ത് മഹാന്മാരായിട്ടുള്ള എല്ലാവരുടെയും അക്ഷരം മോശമായിരുന്നു. യെസ് എന്ന് പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഞാൻ വിളിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി പറഞ്ഞു. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി. ഹലോ. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. യെസ്, വെരി ഗുഡ് മോർണിംഗ്. തെറ്റുണ്ടോന്ന് അറിയില്ല, അതാണ് ഞാൻ പറയാം. ഞാൻ പറയുന്നത് തെറ്റുണ്ടാവും, അത് ഞാനേ തെറ്റാവുള്ളൂ. നമ്മൾ കറക്റ്റ് ചെയ്യും പിടിക്കുന്നത്. ഏത് സമയത്ത് ഈ ഹാവ് ഒക്കെ പറയുന്നത് തെറ്റില്ല. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ് ഹാവ്. ഐ ഹാവ്, എനിക്കുണ്ട്, എന്തുണ്ട്, ആ പേര് കിട്ടി പറഞ്ഞാൽ. ഓക്കെ, കണ്ടിന്യൂ ശ്രീലക്ഷ്മി. I have long hair.
Very good. I have no hair. I have a child. I have a child. നോക്കി ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു? Children. I have children. I have children. Very good. Very good. I have diploma in human administration. Yes. ആരും പറയാത്തൊരു സംഗതിയായിട്ട് പറഞ്ഞു. I have a diploma. Yes. I have a graduation. I have a post graduation. Okay. I have a good listener. Yes. അവിടെ ഓക്കെ. I have a good listener എന്ന് പറയുന്നേക്കാൾ നല്ലത് I have listening capacity. Okay. Noun ആക്കാൻ വേണ്ടി. I have an ambition to work in a hospital. Very good. വളരെ കറക്റ്റ് ആയിട്ടാണ് സീരിയസ്ലി വന്നത്. I have an ambition to work in a hospital. Yes. Ambition പൂർത്തിയാവും. Yes. ഒരു ചില ആഗ്രഹങ്ങൾ ഞാൻ പറയാം. ഇത് കഴിഞ്ഞിട്ടാ ambition. ഇത് കറക്റ്റ് അതുപോലെയാണ് സംഭവിക്കും. Yes. Okay. I have many problems. I have many problems. Yes. I have a pen gifted by my husband. Yes. I have much more love to my family. I have much more love to my family. Okay. I have a good garden. I have a good garden. I have cousins. Okay. Very good. Thank you, Yes. sir. Very good. Seriously, very good. അതായത് ഞാൻ ആ കുട്ടിയുടെ പേര് ഓർക്കുന്നില്ല. ഒരു സ്പോർട്സ് താരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. അതായത് ആ ഒരു കർഷകന്റെ മോള് ആസാമിലായിട്ടുണ്ട്. അപ്പൊ അത് സ്പോർട്സിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തപ്പോ അച്ഛനോട് പറഞ്ഞത് ഞാൻ പറയാട്ടോ പറഞ്ഞത് എനിക്ക് ഒരു അഡിഡാസിന്റെ ഷൂ വേണമെന്ന് പറഞ്ഞു. അഡിഡാസിന്റെ ഷൂ ഞാൻ പേര് പറഞ്ഞു ഓർമ്മയില്ല. പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ചില സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അഡിഡാസിന്റെ ഷൂ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ല. പുള്ളി ഒരു വൈറ്റ് ക്യാൻവാസ് വാങ്ങിച്ചു കൊടുത്തു. വൈറ്റ് ക്യാൻവാസ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഈ പെൺകുട്ടി അഡിഡാസ് സ്കെച്ച് പേന കൊണ്ട് അതിന്റെ സൈഡിൽ എഴുതി വെച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ അഡിഡാസിന്റെ ഷൂ, അഡിഡാസ് സ്പോർട്സ് ഐറ്റംസ് വിൽക്കുന്ന ഒരു ബ്രാൻഡഡ് കമ്പനിയാണ് അഡിഡാസ്. ഓൾ ഡേയ്സ് ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. അഡിഡാസിന്റെ ഗ്രൂപ്പ് അതാണ് പറയുന്നത്. ഓൾ ഡേയ്സ് ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. പിന്നെ ഈ കുട്ടി പ്രശസ്തിയായി നല്ലൊരു അത്ലറ്റായി മാറി കഴിഞ്ഞപ്പോ അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഹീരാന്നോ ഞാൻ ആ പേര് മറന്നുപോയി. ഈ പെൺകുട്ടിയോട് പറഞ്ഞു ഓക്കെ വരാം. യെസ്, രൂർഷീല വന്നേക്കാം. അപ്പോ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡഡ് അംബാസിഡർ ആവാമോ എന്ന് ചോദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് അഡിഡാസിന്റെ ഷൂ ഇടാൻ ആഗ്രഹിച്ചൊരു കുട്ടി അഡിഡാസിന്റെ ഷൂ വാങ്ങിച്ചു തരാൻ അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞപ്പോ വാങ്ങിച്ചു തന്ന ഷൂവില് അഡിഡാസ് സ്കെച്ച് പേന കൊണ്ട് എഴുതിയിട്ട് ഓടിയ കുട്ടി അതേ കമ്പനി വന്ന് ഈ കുട്ടിയോട് പറയുകയാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആവാം. അങ്ങനെ ആ ചടങ്ങ് നടന്ന സമയത്ത് ഈ പെൺകുട്ടി കരയാണ്. അപ്പൊ ഈ അഡിഡാസിന്റെ ആൾക്കാർ ചോദിച്ചു, എന്തെങ്കിലും എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച സമയത്താണ് ഈ പെൺകുട്ടി കഥ പറയുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോ ഈ അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി അറിയുന്നത് ആ കുട്ടിയുടെ പേരിൽ ഒരു ഷൂ അറിയും, സ്പോർട്സ് ഷൂ അറിയും. അപ്പോ അഡിഡാസ് എന്ന് അതിന്റെ അടിയില് അവരുടെ പരസ്യമുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ആ കുട്ടിയുടെ പേരിൽ 4 അക്ഷരമുള്ള പേരാണ്. ഞാൻ മറന്നുപോയി, ഞാൻ പിന്നീട് അത് പറഞ്ഞുതരാം. ഇപ്പോ നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞില്ല, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറയില്ലേ. അപ്പോ ആ ചില സ്വപ്നങ്ങൾ അങ്ങനെയോട് വളരാനായിട്ട് കാരണമാകും. ചില സ്വപ്നങ്ങൾ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ സംഭവം ആണെന്ന് തോന്നിയാൽ ശ്രീലക്ഷ്മി നോക്കണം. അത് എനിക്കറിയാമായിരുന്നു, പക്ഷെ എന്റെ മനസ്സിൽ പോയിരുന്നില്ല. യെസ്, ഓക്കെ. ആ ഷൂല പേര് യെസ്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പേടിക്കണ്ട. ചില സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് വളരും. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. പണ്ട് കാലത്ത് ഞാനൊരു കുറച്ച് കുട്ടികളെ കൊണ്ട്
ടൂറ് പോയപ്പോ ഉണ്ടായ ഒരു സംഭവം ഇതുകൂടി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് വേറെ ക്ലാസ്സിലാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പോഴൊന്നും കേട്ടോ, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അന്ന് ഞാൻ കുറച്ച് കുട്ടികളെ ആയിട്ട് അതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്തേക്ക് ടൂർ പോയത്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. യെസ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ മഴയുള്ള ടൈമാണ്, ഒരു ഓണത്തിന്റെ ടൈമാണ് എന്ന് വിശ്വസിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കുറച്ച് സ്ഥലത്തേക്ക് പറഞ്ഞു. അപ്പോ ഇന്നത്തേത് പോലെയല്ല, 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അന്ന് ഷൂട്ടിംഗ് കാണുക എന്ന് പറഞ്ഞാൽ അപൂർവമല്ല. അപ്പൊ മിഥുൻ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു സിനിമ നടൻ, ഇന്ന് അദ്ദേഹം വയസ്സുള്ള ആളാണ്, അന്ന് ചെറുപ്പം അദ്ദേഹമാണ് അഭിനയിക്കുന്നത്. ഒരു സ്റ്റണ്ട് സീനിന്റെ ഷൂട്ടിംഗ് നടക്കി. യെസ്. അപ്പോ ഞാനും അത് കാണാൻ വേണ്ടി വളരെ ഞങ്ങൾ കുട്ടികളും സാറന്മാരൊക്കെ കൂടി ഈ ഷൂട്ടിംഗ് നോക്കി ഇങ്ങനെ നിൽക്കുക, എൻ്റെ ആ കാണുന്നതിന്റെ ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുക. അതിരപ്പള്ളി ഭാഗത്ത് അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോകുന്ന സമയത്ത് ഇട്ടിയാടി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെയാണ് ഈ ഷൂട്ടിംഗ് ആണ്. പിന്നീടാണ് എനിക്ക് സ്ഥലമൊക്കെ മനസ്സിലായി. യെസ്. അപ്പോ കുറെ നേരം കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, നമുക്ക് വെള്ളച്ചാട്ടമൊന്നും കാണണ്ട, നമുക്ക് ഈ ഷൂട്ടിംഗ് കണ്ടാൽ മതി, നമുക്ക് വേറെ വേണ്ട എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, നമുക്ക് വെള്ളച്ചാട്ടം കാണണം, അത് ഇങ്ങനെ വിധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ അവിടെ തപ്പി പറിക്കി കൊണ്ടുവന്നു. യെസ്. അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് മഴയൊക്കെ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു മനസ്സിൽ, ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ, എനിക്ക് ഷൂട്ടിംഗ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ എനിക്ക് എന്ന് ഷൂട്ടിംഗ് കാണാമെന്ന് ഞാൻ വെറുതെ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിച്ചു. ഞാൻ തിരിച്ചു പോരുമ്പോ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. ഇത് ഞാൻ പറഞ്ഞ സത്യമാണ്. വീണ്ടും എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി. ഞാൻ ചാലക്കുടിയിൽ വന്നു, ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഓഫീസാണ്, നിങ്ങൾക്ക് ജോലി അതിരപ്പള്ളിയിലായിരിക്കും ഉണ്ടാകും. അത് എന്നെ സംബന്ധിച്ച് ഒരു ഞെട്ടലായിരുന്നു അത്. പിന്നീട് ഞാൻ വളരെ അധികാരത്തോടു കൂടിയിട്ട് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നിൽക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പണ്ട് ആരും അറിയാതെ ഇങ്ങനെ വന്ന് നോക്കി നിന്ന് പോയ ഒരു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ശ്രീലക്ഷ്മി പേടിക്കേണ്ട, ശ്രീലക്ഷ്മിയോട് മാത്രമല്ല എല്ലാവരോടും പറയണം, ജീവിതത്തിൽ ഒരു പ്രാവശ്യം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഒരു വഴി നിങ്ങൾക്ക് തരും, അത് 100%. ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി ഒരുപാട് ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എനിക്കൊരു ചാൻസ് കിട്ടിയതാണ്, ഞാനത് ഉപയോഗിച്ചത്. അല്ല, രക്ഷപ്പെടാൻ ഒരു ചാൻസ് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നു. ആ ചാൻസ് നിങ്ങൾ ഹൗ യു ആർ യൂസിങ് ഇറ്റ്. ഓക്കെ. യെസ്. കുന്നോളം ആഗ്രഹിച്ചാല കുന്നിക്കുരുവോളം കിട്ടൂല. അത് ഒരു ഇംഗ്ലീഷിൽ ഒരു സേയിങ്സ് ഉണ്ട്, എയും നിയർ ദ സ്റ്റാർ. നക്ഷത്രത്തിന്റെ അടുത്ത് ആഗ്രഹിക്കുക, then you can reach above the tree. എങ്കിലേ നിങ്ങൾക്ക് ആരാവാൻ പറ്റും, എവിടം വരെ എത്താൻ പറ്റും, മരത്തിന്റെ മുകളിലെങ്കിലും എത്താൻ പറ്റും. ഡോക്ടർ ആവാൻ ആഗ്രഹിക്കൂ, ചിലപ്പോൾ നേഴ്സെങ്കിലോ. നേഴ്സ് ആവാൻ ആഗ്രഹിക്കൂ, അപ്പൊ ചിലപ്പോൾ കമ്പൗണ്ടറെങ്കിലും ആവും. കമ്പൗണ്ടർ ആവാൻ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ രോഗിയാവും. അപ്പൊ എയും നിയർ ദ സ്റ്റാർ. ലക്ഷ്യം എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം, വളരെ വലുതായിരിക്കണം. അപ്പൊ അത് പേടിക്കേണ്ട. എല്ലാവരുടെയും മനസ്സിന് സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ റെഡിയാവും. ഒരു ചാൻസ് നിങ്ങൾക്ക് ദൈവം തരും, അത് ഞാൻ 100% വിശ്വസിക്കുന്നതാണ്. നിങ്ങൾ ഒരു ചാൻസ് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് തരും. പിടിച്ചു കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ചാൻസ്. അപ്പൊ ആ ചാൻസ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വിലയിരുത്തി, നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, ഹൗ യു ആർ ഹാൻഡിലിംഗ് ദ ചാൻസ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ചാൻസ് കിട്ടാത്തവര് ചാൻസ് വേണ്ടി കാത്തു കഴിഞ്ഞാൽ, ഇനി ചാൻസ് കിട്ടിയവര് ഒരു ചാൻസ് കൂടി നമുക്ക് വരും എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. യെസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി കഴിഞ്ഞു. ഓക്കെ. താൻസിയ കഴിഞ്ഞതിന് ശേഷം മീര, അത് കഴിഞ്ഞതിന് ശേഷം നിമ്മി, അത് കഴിഞ്ഞതിന് ശേഷം നൂഷിത. ഓക്കെ. യെസ്, പറഞ്ഞോളൂ. താൻസിയ. Okay, sir. പറഞ്ഞത്. I have a phone charger. യെസ്, വെരി ഗുഡ്. അവിടെ നിന്ന് നോക്കുമ്പോ കാണുന്നതല്ലേ താൻസിയ? I have a money. I have a money. I have a bag. I have a bag. I have a money എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സം മണി എന്നാക്കാം. യെസ്. I have enough money. I have a ഒരു pillow. പണമെന്ന് പറയൂലല്ലോ. യെസ്. ഓക്കെ.
I have a I have a pillow. okay. Pillow. I have a Okay. balloon. I have a pillow എന്നുള്ള മുമ്പിൽ പറയുന്നത് വായിച്ചത്. I have a beautiful pillow. Pillow. Okay. I have a headache. Okay. പിന്നെന്താ? I have an exam. I have an examination. Okay. I have a camera. I have a camera. Very good. I have a new car. I have a new car. Very good. I have a big family. I have a big family. Yes. I have a nice smile. Nice. Nice smile. Smile. Okay. Very good. ഞാനേ മദർ എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. Okay. Very good. Okay. Yes. Okay. I have an important meeting. I have an important meeting. Very good. I have a beautiful garden. I have a beautiful garden. Okay. I have a guitar. I have a guitar. Oh, have you the habit of playing guitar? No, sir. Yes. പ്രിയാമാന് പറയുന്നു. ഓക്കെ പ്രിയാമാന് ഞാൻ വന്നേക്കാം. Okay. Yes. Okay, sir. അത്രേ ഉള്ളൂ, sir. Very good. Okay. ഇനി അടുത്തത് ഹീര പറഞ്ഞോളൂ. Good morning, sir. Yes, very good morning. I have a beautiful sunglass. Yes, I have a good decision. I have a good decision. Very good. ആ പറയുന്ന ശബ്ദത്തിലുണ്ട് കേട്ടോ decision. Very good. I have a great idea. I have a great idea. നേരത്തെ ഒരാൾ പറഞ്ഞപ്പോൾ I have idea പറഞ്ഞു. I have a great idea. Very good. Yes. I have a lot of work. I have a lot of works. I have a PTA meeting at today 3 p.m. Yes, അതാണ് രസമാണ്. I have a PTA meeting at 3 p.m. Very good. Then I have a big plans for the weekend. Yes. Then I have a surprise for you. Yes, I have a surprise for you. Yes. ഇത് വീട്ടിൽ നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറയാവുന്ന I have a surprise for you. ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. Very good. Then I have a collection of earrings. Yes, very good. I have no idea what he's saying. Yes, I have no idea what he is saying. Very good. Yes. Then I have One a more. good family. I have good friends. Okay. Yeah. Very good. Okay, Hiran, variety ഉണ്ടായിരുന്നു. Very good. Okay, sir. Yes. Thank you. Nimi. Okay, sir, good morning. Yes, very good morning. Yes, പറഞ്ഞോളൂ. I have two handsome brothers. Yes, very good. Variety പിടിക്കണ്ട. I have two handsome brothers. Yes, അതെ അവരത് കേൾപ്പിച്ചു കൊടുക്കുന്നതൊക്കെ. Yes. I have studied English a lot. Yes. I have a beautiful puppy. I have a beautiful puppy. Very good. I have a small, cute baby. അപ്പൊ രണ്ടെണ്ണല്ലേ? അപ്പൊ ബേബീസ് എന്ന് പറയും. പ്ലൂറൽ ബേബീസ്. I have to learn how to cook. Yes, I have to learn how to cook. Sentence correct ആണ്. പോകട്ടെ. Yes. I have to apologize for my mistake. I have to apologize for my mistake. Okay. Very good. Yes. I have to learn a new language. I have to learn a new language. That is very good. I have a beautiful dream about my daughter. She reached good position in her life. Okay. I have beautiful dream about my daughter. അതെ അത് കറക്റ്റ് ആണ്. നിങ്ങൾ ഒരു കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് കാര്യം പറയാം. Continue. I have to write a research paper for my class. Yes. I have to prepare. I have to repair my scooter. Yes. Any more? I have a sweet friend. Yes. Okay, sir. Very good. Okay, very good. Very good.
യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു വാചകം ഞാൻ എടുക്കുകയാണ്. നിങ്ങളുടെ കുട്ടികള് നിങ്ങളുടെ സ്വപ്നമാണ്. ജനിച്ച് പുറത്തു വരുന്നതിന് മുമ്പേ തുടങ്ങി നിങ്ങൾ കണ്ട ഒരുപാട് സ്വപ്നങ്ങളില്ല. യെസ്. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ്സുകളിലേക്ക് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പോകുന്നത് മുഴുവനും ഒരുപാട് മാതാപിതാക്കന്മാരുടെ സ്വപ്നങ്ങളാണ്. യെസ്, ശരിയല്ലേ? നിങ്ങളുടെ കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നം, നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാവാറില്ല. ഇവിടെ രമ്യ പറഞ്ഞില്ല, ഐ ഹാവ് ഡ്രീം അബൌട്ട് മൈ ഡോട്ടർ. ഇത് ഞാനതൊന്ന് മാറ്റി പിടിക്കല്ലേ. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു നിങ്ങളെ കുറിച്ച് ഒരുപാട് സ്വപ്നം. റൈറ്റ്? Yes, sir. യെസ്, യെസ് അല്ലേ? അപ്പൊ ഇനി നമ്മുടെ കുട്ടികളെ നോക്കുമ്പോൾ നമ്മൾ വന്ന അനുഭവത്തിന്റെ തിരിച്ചുപോയി നോക്കണം. കാരണം ബുദ്ധി ഉറക്കാത്ത പ്രായത്തില് അവന് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിക്കുന്നില്ല എങ്കിൽ അവന് പ്രായമായി കഴിയുമ്പോൾ അവൻ തിരിച്ച് നമ്മളോട് ചോദിക്കുകയാണ്, എനിക്ക് അറിവില്ലാത്ത സമയത്ത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ട് അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ആക്കേണ്ടത് അമ്മയോ അച്ഛനോ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു മറുപടി ഉണ്ടാവില്ല. അപ്പോൾ ടേക്ക് കറക്റ്റ് ആപ്റ്റ് ഡിസിഷൻസ് റിഗാർഡിങ് യുവർ ചിൽഡ്രൻ. വേറെ എന്തൊക്കെ നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞോട്ടെ, പ്രസംഗിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് നമ്മൾ അവരൊന്ന് ഗൈഡ് ചെയ്ത് കറക്റ്റ് ട്രാക്കിലോട്ടുണ്ടാക്കിയിട്ടാൽ മതി. പിന്നെ അവർ കയറിപ്പോകും. അവിടം വരെ ചിലപ്പോൾ നമ്മൾ ശിക്ഷണം കൊടുക്കേണ്ടി വന്ന ശിക്ഷണം തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം. അത് തല്ലിക്കൊല്ലുക എന്നുള്ള ശിക്ഷണം എന്നുള്ള വാക്കാണ്, തല്ലുക എന്നുള്ള വാക്കാൻ വേണ്ട. ശിക്ഷണം ചിലപ്പോ ഒന്ന് നോക്കിയാൽ മതി, അത് മതി. അപ്പൊ ഓക്കെ, കറക്റ്റായി. അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ മതി, അപ്പൊ അവർക്ക് മനസ്സിലായി അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി, അച്ഛൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. ശിക്ഷണം എന്നൊരു വാക്കാണ്. യെസ്. അപ്പൊ നമ്മളിനി അനുഭവത്തിന്റെ തിരിച്ചുകൊള്ളുന്നതുകൊണ്ട് നമ്മൾ ശരിയായ തീരുമാനമെടുക്കുന്നു. നമുക്ക് സാധിക്കാതെ പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മക്കൾക്ക് സാധിക്കും. ഓക്കെ, പറഞ്ഞോട്ടെ സർ. ഓക്കെ, നൂർഷില കഴിഞ്ഞാൽ പ്രിയാബാനോട് വരാട്ടോ. യെസ്. Okay, I have 2 children. വെരി ഗുഡ്. യെസ് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. I have a house. യെസ്, I have a question. യെസ്. I have a plan. I have a plan. Very good. I have a meeting at 2 p.m. Very good. I have my dream. I have my dreams. Good relationship manager. Yes. I have in job M&D Institute Malappuram. Yes. I have some good friends yesterday. Yes. I have some good friends. Yes. Okay, thank you, sir. Okay. Very good. Very good. Okay, നൂർഷില മനസ്സിൽ ഇങ്ങനെ കെടുക്കുകയായിരുന്നു. യെസ്, ഇതൊന്നും നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയണ്ട ആരോടെങ്കിലും. യെസ്, അതുപോലെ തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രിയ ബാനു, ആർ യു റെഡി? പ്രിയ ബാനു, യെസ്. ഓക്കെ, വിഘ്നേഷ് പറഞ്ഞോളൂ. വിഘ്നേഷ് പറഞ്ഞോളൂ. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ആകെയുള്ള ഒരു ആന്തരിയാണ്. യെസ്. I have a drinking tea. I have a habit of drinking tea. വെരി ഗുഡ്. ഐ ഹാവ് ദ ഹാബിറ്റ്. കുറച്ചും കൂടെ സ്റ്റൈലായിട്ട് പറഞ്ഞു നോക്കി. വിഘ്നേഷൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഐ ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് ടീ. സ്റ്റൈലാക്കിക്കോ. അത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് നിങ്ങൾ ആ വോയിസ് റെക്കോർഡ് എടുക്കുക. എടുത്തിട്ട് ഒന്ന് പറയുക. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അത് കേൾക്കുക. അത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുക. വേറെ ആരെയും കേൾപ്പിക്കണ്ട. അങ്ങനെ പറയുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആദ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഫസ്റ്റ് വരെ ഡയലോഗ് അയ്യേ കേടുന്നു. പിന്നെ രണ്ടാമത് കേൾക്കുമ്പോഴാണ് കുഴപ്പമില്ലല്ലേ, അങ്ങനെ അത് റെഡിയാവും. I have to go driving license. I have to go for driving license. Okay. I have a pet dog. I have a pet dog. What is its name? Julie. Yes. I have to spend time for drawing pictures.
I have to spend time for drawing pictures. വേറെ ലെവലിലുള്ള സെന്റൻസ് ആണ്, കുഴപ്പമില്ല, സെന്റൻസ് കറക്റ്റ് ആണ്. Daily I have to do exercise. Exercise. I have to do exercises. Okay. I have to wear specs. Yes. I have a brother. I have a brother. Okay. I have a good friend. I have a good friend. What is his name? Edwin. Edwin. Okay. Edwin is കേൾപ്പിച്ചു കൊടുക്കണോട്ടാ. Yes. I have many dreams. I have many dreams. Okay. വിഘ്നേഷിന്റെ എല്ലാ സ്വപ്നങ്ങളും പോണിയല്ലേ? Okay. പിന്നെ I have a new house. I have a new house. Okay. I have to repair my car. I have to repair my car. Okay. Thank you, sir. Okay, very good, very good. Okay, okay. ഞാൻ 10 ഒക്കെ കഴിഞ്ഞു. വിഘ്നേഷ് പോണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് yes പറഞ്ഞു. I have a lot of works to do. അഫ്ല അതൊക്കെ റെഡി, പാട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് ഓക്കെ വർക്കിംഗ് പ്ലേസിലാണ്. ഓക്കെ വെരി ഗുഡ്. നിഷിത. Hello sir, good morning. Yes, very good morning. പറഞ്ഞോളൂ. I have a sweet mom. Yes. Oh, very good. അത് ആരും പറയാത്ത ലവ്ലി ഹസ്ബൻഡ്, ഗുഡ് ഹസ്ബൻഡ് വന്നു, സ്വീറ്റ് ഹസ്ബൻഡ് വന്നു. Yes. I have thought if I am a good mom in my kids. Yes. I have get a good teachers from Smart Academy. Yes. Oh, very good. I have a short hair. Yes. I have 2-wheeler and 4-wheeler license. Very good. I have lot of dreams in my life. Yes. Very good. അടുത്തത് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു സാർ, എന്നാലും ഞാൻ പറയുന്നുണ്ട്. I want to try to buying a new car. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഹാവുന്നുള്ളതിന് പകരം WA ആയിട്ട് I want to buy a new car. I want to buy a new car. I want to buy. ഞാൻ പുതിയൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. Yes. I have appreciate to my kids good things. Okay. I have to appreciate kids. Okay. നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോളത്തെങ്കിലും വെരി ഗുഡ് എന്ന് പറയാം. നോക്കി, നിങ്ങൾ കുളിച്ച് റെഡിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടാതെ വിഷമം ഉണ്ടാവാറുണ്ട്. ശരിയല്ലേ? അതെ ശരിയാണ്. കുറെ ആളുകൾക്ക് പറ്റാറില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെയും വിചാരിച്ചിട്ടായി നമ്മൾ ചെയ്യും. ഇഷ്ടം, പ്രണയം ഇതൊന്നും വിട്ടുപോകരുത്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സ് മുഴുവൻ ഡ്രൈ ആവും. പിന്നെ അങ്ങനെ വീട്ടിലെന്താ കാര്യമുള്ളത്? നല്ല തരളിതമായിട്ട് ആസ്വദിച്ചാണ് ജീവിച്ചു. അപ്പൊ ജീവിതത്തിൽ നമ്മൾ സ്നേഹിച്ചു കൊടുക്കും. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ സ്നേഹിക്കും. I have to take good decisions in sometimes. Yes, I have to take good decisions sometimes. Okay. Thank you, sir. വെരി ഗുഡ്. ഓക്കെ, നിഷിതയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടെന്ന് നിഷിത പറഞ്ഞ വാക്കുകളിലൂടെയും ആ വാക്കിന്റെ ടോണുകളിലൂടെയും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്? Okay, thanks, sir. Right. യെസ്. ഓക്കെ, ഇനി ആർക്കാണ് പറയേണ്ടത്? യെസ്. ഓക്കെ, നിമിഷ പറഞ്ഞോളൂ. നിമിഷ പറഞ്ഞോളൂ. Good morning, sir. Good morning. I have a good day. I have a good day. Very good. ആരും പറയാത്തൊരു വാചകം. ഒരു മിനിറ്റ് നിമിഷ. അങ്ങ് ഓരോരുത്തരും ഒരു വെറൈറ്റി പറയുമ്പോൾ നിങ്ങളതൊന്ന് മനസ്സിൽ ഒന്ന് കോറിയിട്ടേക്കണം. കൊള്ളാം. ഇത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ എനിക്കിത് വേറെ സ്ഥലത്ത് എടുത്ത് തറക്കാൻ പറ്റും. I have a
I have a good day. ഇന്ന് എനിക്ക് നല്ലൊരു ദിവസം. Okay. I have a personal tutor. I have a personal tutor. Very good. I have a collection of coins. Very good. I have high tolerance for pain. Yes. I have സഹിഷ്ണുത. Yes. Okay. I have a birthmark in my eyes. Yes. I have a master's degree in mathematics. Oh, very good, very good. അപ്പൊ ഈ മാത്തമാറ്റിക്സിന്മാരാണ് ബുദ്ധിയുള്ള ആളെന്നാ പറയണത്. Yes. I have a beautiful smile. Yes. I have 4 close friends. Yes. അപ്പൊ ഏതൊക്കെയാണ് 4 close friends? Name them. Akshima, Adira, Tanu, Nikila. Yes, very good, very good. I have a daughter. Yes. I have a thin body. Yes. Thank you. Okay, very good, very good, very good, very good. Okay. രണ്ട് മൂന്ന് നല്ല വെറൈറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വെറൈറ്റി അല്ല അതിന്റെ എന്തൊരു സംഗതി പറഞ്ഞപ്പോ ഇതിനെ കുറിച്ച് പറയാൻ തോന്നി. നമ്മൾ പറഞ്ഞത് എന്താ ഏത് സംബന്ധത്തിൽ പറഞ്ഞപ്പോഴാണ്? I have a good day. ഗുഡ് ഡേ അല്ല, വേറൊരു കാര്യം പറഞ്ഞപ്പോഴാണ് വിട്ടുപോയി. ഓക്കെ, വരും നമുക്ക് അത് പറയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആർക്കാണ് പറയുള്ളത്? ഐ ഹാവ്. യെസ് Sir, യെസ്, പറഞ്ഞോളാം. I have so many ambitions in my life. Correct sentence. I have so many ambitions in my life. Yes. I have a small concern about my budget. Yes, I have a small concern about my budget. Okay, very good, very good. ഹസ്ബൻഡ് പുറത്താ സാർ, അപ്പൊ ആലോചിച്ചപ്പോ കിട്ടിയതാ. Yes, okay, 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 okay. Very good, very good. I have great respect to elders. Very good, very good. I have to study for my exam. Yes, correct. ഇത്രയുള്ളൂ സാർ. Very good, very good, very good. Okay, അഫ്ല. Yes, അപ്പൊ അഫ്ല ഇത് കഴിഞ്ഞപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അഫ്ല ഒരു പാട്ട് പാടാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡിയല്ലേ? സാറേ എനിക്ക് ചുമയൊക്കെ ആയിരുന്നു. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒരു മാർജിനിട്ട് ഞങ്ങൾ കണ്ടോളാം അല്ലേ? ലിമ്മി ജ്യൂസ് നമുക്കതൊരു മാർജിനിട്ട് കാണാം അല്ലേ? യെസ്, ഓക്കെ. അഫ്ല കഴിഞ്ഞാല് നിമി വേറെ ആളുണ്ടായിരുന്നല്ലോ. അതൊന്നും പ്രശ്നമില്ല എന്ന് ശരണ്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഓക്കെ, ഓക്കെ. വിനീഷ. ഓക്കെ, ഓക്കെ. യെസ്, ഫക്കീരയും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അഫ്ല, യു സ്റ്റാർട്ട്. ഇന്ന് ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. അതിനോട് നമ്മൾ ഇങ്ങനെ കൂടെ പറയാം. ഓക്കെ. മനത്തെ മാറിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ, മടത്തെ മടക്കിറാങ്ങൾ വാവുറങ്ങാരോ, വാവാവം പാടിയുറക്കാൻ നിന്നുള്ളമ്മയൻ പൊന്നെ, ചാരത്തെ നോവു താരാട്ടിൽ വാവുറങ്ങാരോ, കുഞ്ഞിക്കൈ പിച്ച പിച്ച തത്തി തത്തി നീ നടന്നേ, ഇന്നെന്റെ ഉള്ളു പിടഞ്ഞേ കണ്ണു നിറഞ്ഞേ ചെല്ലപ്പൊന്നേ. ലിറിക്സ് മറന്നുപോയി സാറ്, കുറെ നാളായി പാടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തയ്യാറെടുക്കാൻ വേണ്ടിട്ട് ഒരു ക്ലൂ ഇട്ടത്. ഞാൻ മറന്നുപോയായിരുന്നു സാറ്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അഫ്ല, കൺഗ്രാജുലേഷൻ ഒക്കെ വന്നില്ലേ? ശ്രുതി അവരവരും എല്ലാവരും കൺഗ്രാജുലേഷൻ. ഓക്കെ, 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 ഓക്കെ. യെസ്, വിഘ്നേഷിന്റെ വന്നിട്ടുണ്ട്. ആ പാടാൻ കാണിച്ച മനസ്സിനുള്ള നന്ദിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഇനി ഒരാളും കൂടെ നമുക്ക് അന്നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. യെസ്, വിനീഷ ആയിരുന്നല്ലേ? Yes, sir. വിനീഷ. ഓക്കെ, 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 ഓക്കെ. യെസ്. ഇല്ല. അപ്പൊ ഇപ്പോ അഫ്ല പാടി വിനീഷ പാടി കഴിയുമ്പോ പാടും എന്ന് മനസ്സിന് ഒരു താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതില്ല. ഇപ്പോഴില്ലെങ്കിൽ ഞാൻ പിന്നീട് ചോദിച്ചോളാം. യെസ്, നാളെ മിക്കവാറും ഞാൻ ഉണ്ടാവും നിങ്ങൾക്കൊരു ക്ലാസ് എന്നൊരു വിശ്വാസം. ഓക്കെ, വിനീഷ പറഞ്ഞോളൂ. പഠിച്ചിട്ടൊന്നുമില്ല സാർ, ഇങ്ങനെ പാട്ട് കേൾക്കാൻ കൂടെ പാടിയിട്ടുള്ള ഇതേ ഉള്ളൂ. യെസ്, ഓക്കെ, ഓക്കെ, ഓക്കെ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു,
എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. സാർ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നല്ല അർത്ഥവത്തായ ആ വരികളുടെ ഒക്കെ അർത്ഥമില്ലേ ഓരോ വരികൾ. നമ്മളൊരു പാട്ട് ആസ്വദിച്ച് പോകുമ്പോൾ ആ വരികളുടെ മീനിങ് വളരെ ഗഹനമാണ്. ഓക്കെ 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 ഓക്കെ. നമ്മളിത് പറഞ്ഞ പല വിഷയങ്ങളിനകത്ത് വന്നിട്ടുണ്ട്. അതെ, പ്രിയാബാല പറഞ്ഞിട്ടുണ്ട്. വിനീഷ സൂപ്പർ. നെറ്റ് ഇഷ്ടപ്പെട്ട പാട്ടും സാർ ഇടക്ക് പാടാറുണ്ട്, അതുകൊണ്ട് പാടിയതാ. ഇതോ എന്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്, അതുകൊണ്ട് അങ്ങനെ പാടിയതാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സൂപ്പർ ആയിട്ടുണ്ട്. അത് അഭിനന്ദനത്തിന്റെ പ്രവാഹമാണ്. യെസ്. അതെ, നമ്മൾ പാടുമ്പോ അത് കേൾക്കാനായിട്ട് കുറച്ചു പേരുണ്ടെങ്കിലല്ലേ നമുക്ക് പാടാനായിട്ട് തോന്നുന്നു. യെസ്, അതാണ് ഞങ്ങളുണ്ട്. ഇപ്പൊ വേറെ ആർക്കെങ്കിലും ഞാനും സാറേ ഇത് പയ്യൊന്നും മൂളയൊക്കെ ചെയ്യോട്ടെ എന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവരെ കൊണ്ടും മൂളിപ്പിക്കും. ഓക്കെ. Yes, I have a like to melody song, Priya Balu. Okay, 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 okay. Very good, very good. Yes, very good, very good. അപ്പൊ ഇവിടെ രണ്ടുപേര് പറഞ്ഞതാണ് പാടാമെന്നവര് പറഞ്ഞു. ഇനിയിപ്പോ ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളു, അടുത്തിനോട് കടന്നു കഴിഞ്ഞപ്പോൾ എത്തൂല. ഹലോ സാറേ, പറഞ്ഞോളൂ രഞ്ജിത. രഞ്ജിത, ഞാൻ കുറച്ചു നാളായി ക്ലാസ്സിൽ എനിക്ക് കയറാൻ കഴിയാറേ ഇല്ല, ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ഇംഗ്ലീഷ് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തുകൊണ്ട് എക്സാം നടത്തും. 4-ാം തീയതി 3-ാം തീയതിയാണ് ഇംഗ്ലീഷ്. അപ്പം വർക്കും ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ ഓരോ പ്രോബ്ലം. അപ്പൊ ഇപ്പൊ ഒന്ന് കയറി നോക്കിയപ്പം പാട്ടിന്റെ ഒരു ഇത് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്, പാടിയവർക്കൊക്കെ ഞാനും ആസ്വദിച്ചു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മനസ്സിന് റിലാക്സേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറും. യു വിൽ ഗെറ്റ് റിലാക്സേഷൻ. നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുന്നു? റിലാക്സേഷൻ ലഭിക്കുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. വി വിൽ ഗെറ്റ് റിലാക്സേഷൻ. ഞാനും 2 വരി പാടിത്തരാം. യെസ്, ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ലോ, ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ, കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നതെന്തേ. ഓക്കെ 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 ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, രഞ്ജിത മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. യെസ്, പല പല പ്രശ്നങ്ങളായിരുന്നു, എന്തായാലും ശരി, ഞാൻ പാട്ടുപാടാം. യെസ്, ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആയിരിക്കുന്ന സമയത്ത് അതങ്ങടെ ആവുക. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഏകദേശം 3-4 മിനിറ്റ് കൂടി ഉള്ളൂ. യെസ്, തസ്ലിയ. ഓക്കെ ഓക്കെ, തസ്ലിയ പറഞ്ഞു. തിങ്കൾ തലചൂടി പറന്നുയർന്നായി ഏഴിമലയിൽ ഏലമലയിൽ കനവിൽ കളിയാ തീരാ. ഓക്കെ, തസ്ലിയ ആ പാടിയതേ സൗണ്ട് ഇങ്ങോട്ട് കയറിയില്ല. ആദ്യത്തെ വരിയിലെ സൗണ്ട് കയറി, പിന്നെ സൗണ്ട് കയറും. ഞാൻ ഇടയ്ക്ക് അതിന്റെ പേരിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്ത? ഇവിടെ നെറ്റ് സ്ലോ ആണെന്നായിരിക്കും സാർ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നുകൂടിയൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചോളൂ. നമുക്ക് റെഡിയാക്കി കേട്ടോ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അടുത്തത് ശരണ്യനെ വിളിക്കുന്നത്. ശരണ്യ റെഡി? റെഡി സർ. ഹലോ, അപ്പൊ ശരണ്യ നല്ല എന്താ പറയാ. ഓക്കെ ഓക്കെ, പാടി കേൾക്കാം. അപ്പൊ ഇതിനകത്ത് സീരിയസ് വേണ്ടി അങ്ങനെ കമന്റ് ഇട്ടുണ്ടായിരുന്നുണ്ട്. ഐ ഹാവ് ഗുഡ് സിംഗേഴ്സ് ഇൻ മൈ ഓൺലൈൻ ക്ലാസ്. വെരി ഗുഡ്. യെസ്. വരുവാനില്ലാരുമില്ലൊരു നാളും നീ വഴി
എനിക്കറിയാം അതെന്നാലും ഇന്നും പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്നും വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാൾ പൂക്കാമാം കൊമ്പിൽ അതിനായി മാറ്റമായൊരു നേരം മധുമാസമണയാറുണ്ടല്ലോ. പ്രിയമുള്ളൊരാളാരു വരുവാനുണ്ടെന്നും വെറുതെ മോഹിക്കുമല്ലോ, വരുവാനില്ലാരും ഇന്നൊരു നാളും ഇവയ്ക്കറിയാം അതെന്നാലും ഇന്നും. ശരണ്യ, ശരണ്യ നല്ലൊരു രൂപക മാത്രമല്ല, യു ഹാവ് എ ഗുഡ് സൗണ്ട്, നല്ല സൗണ്ടാണ്. യെസ്, നമ്മൾ ഈ ഇതിലൂടെ പാടുമ്പോഴുണ്ടാകുന്ന ഒരു വൈബ്രേഷനും കാര്യങ്ങളില്ലേ, അതിന്റെ ഗുഡ് സൗണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നല്ല പാടാൻ വേണ്ടി സെറ്റ് ചെയ്ത് വിട്ടുള്ളൂ. യെസ്. പിന്നെ മെലഡി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു, അപ്പൊ ഇങ്ങനെ പാടിയത്. യെസ്, ഓരോരുത്തരും മനസ്സിലൂടെ വിചാരിച്ച പാട്ടാണ് കറക്റ്റ് ആയിട്ട് ശരണ്യ പാടിയത്. അതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് എന്നിട്ടേ ഇങ്ങനെ പാടുമ്പോ ഇപ്പൊ നിങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇങ്ങനെ നെഞ്ചൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിക്കുക. അത് നമ്മൾ പ്രസംഗിക്കാനായിട്ട് പിള്ളേരെ റെഡിയാക്കുന്ന സമയത്ത് അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്. ഓക്കെ, അതായത് മുമ്പിലിരിക്കുന്ന സകല ആളുകളും ഓക്കെ ലിമ്മി ജോസ് പറയൂ മോളോട് റെഡിയാവും പറയൂ. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. നീലത്തുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വെക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. മോളുടെ പേരെന്താണ്? ക്രിസ്റ്റീന. ക്രിസ്റ്റീന എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സില്. അപ്പൊ 4ാം ക്ലാസ്സിൽ പറയുമ്പോ ഒരു 9 വയസ്സ് 8 വയസ്സ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. റിമ്മി, കൊച്ചിനെ മ്യൂസിക് പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, വീട്ടിൽ നിന്ന് പഠിക്കും. വീട്ടിലാരാ പഠിപ്പിക്കണേ? വീട്ടുകാരൊന്നും പഠിപ്പിക്കില്ല, ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബില് ഓരോ പാട്ടുകളും കണ്ട് അതിന്റെ കരോക്കെ ഒക്കെ പഠിച്ചു വെച്ച് ഞാൻ സ്വന്തമായിട്ട് പാടും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ്. ഇടക്കിടക്കൊക്കെ ഇത് ഇങ്ങോട്ടൊക്കെ പോന്നോട്ടാ. നല്ല സൗണ്ടാണ്, മ്യൂസിക്കാണ്. വെരി ഗുഡ്. അപ്പൊ ഡെവലപ്പ് ചെയ്തെടുക്കുക. അക്ഷരങ്ങളൊക്കെ കുറച്ചുകൂടി ഒക്കെ ബലത്തിൽ കിട്ടാനും കാര്യങ്ങൾ കുറച്ചുകൂടി ഗ്രഹിക്കാനും വടക്കുംപുറം ചേതകളും അതൊക്കെ ഇഷ്ടംപോലെ മ്യൂസിക് പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ഉള്ളതല്ലേ?
എവിടെയെങ്കിലും ഒക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുക. ഇപ്പോഴാണെങ്കിൽ റെഡിയാവും. യെസ്, ഓക്കെ ഓക്കെ, നല്ല വെരി ഗുഡ് വെരി ഗുഡ്. ക്രിസ്റ്റീന വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസം വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നാളെ അഫ്ല സെറ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അഫ്ല സെറ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ കാര്യം എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ ഏൽപ്പിക്കുന്നു? തസ്നീനെ ഏൽപ്പിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം ഓക്കെ. ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഞാനും ഒരു കൈ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീലക്ഷ്മിയും റെഡിയാണ്, തസ്നിയും റെഡിയാവുന്നു. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കിയത് നിമ്മി ജോസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തകർത്തു നിമ്മി ജോസ്. ഓക്കെ, ഈ പേരൊക്കെ ഓർക്കാൻ ഞാൻ തസ്നിയെ ഏൽപ്പിക്കേണ്ടത് നിമ്മി ജോസ്. ഓക്കെ, അപ്പോ മിക്കവാറും നാളെ പ്രശ്നം ഞാൻ തന്നെ ചെയ്യാനാണ് സാധ്യത. സോ വി വിൽ മീറ്റ് ടുമാറോ. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനമൊക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ ഒന്ന് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയ കാര്യം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. വി വിൽ മീറ്റ് ടുമാറോ. ഓക്കെ, Okay, thank you, sir. Okay, thank you, sir. Okay. Thank you, sir. Okay, Thank you, Vinesh. sir. Okay, Vignesh.